ഹായ് ഗായ്സ്, വെൽക്കം ടു ഹാഷസ് വേൾഡ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് ബ്രൗൺ ഷുഗർ വെച്ചിട്ട് ഒരു പായസം എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ പോയാലോ? പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എന്നാലും ഞാനൊന്നെടുത്ത് പറയുകയാണ്. സേമിയ, ഞാൻ ഇവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ, പിന്നെ അതുപോലെ തന്നെ കാഷ്നട്ടും കിസ്മിസും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കിവിടെ കിസ്മിസ് മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 ഏലക്ക, പിന്നെ നെയ്യ് വേണം. നെയ്യ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒന്നല്ലെങ്കിൽ ഷുഗർ, നോർമൽ ഷുഗർ ഇല്ല. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പാലിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു ഗായ്സ്. അത് നിങ്ങൾക്കും കൂടി പറ്റരുത് എന്നുള്ള ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിടണത്. ഇതാണ് കേട്ടോ നമ്മുടെ വില്ലൻ ബ്രൗൺ ഷുഗർ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നതും ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഫ്ലോപ്പായി പോയായിരുന്നു, ഇപ്പോൾ കാണുന്ന പോലെ ഒന്നല്ല, ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ പാലിവിടെ ചെറുതായി തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചായയൊക്കെ വെക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പഞ്ചസാരയാണല്ലോ ആഡ് ചെയ്ത് കൊടുക്കാറ്. പാൽ തിളയ്ക്കുമ്പോൾ പഞ്ചസാരയും ചായയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രൗൺ ഷുഗറും തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പാലിന് ആവശ്യമായിട്ടുള്ള മധുരം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് മധുരമൊക്കെ കറക്റ്റാണോ നോക്കി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം എന്താ പറയുക, പാകത്തിന് മധുരമൊക്കെ ആയപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഗായ്സ്, അപ്പോഴാണ് എനിക്ക് പറ്റിയത്, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. എൻ്റെ പാല് ചീത്തായി പോയി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാലിൻ്റെ കുഴപ്പമില്ലായിരുന്നു, അത് എൻ്റെ ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നല്ല, ശരിക്കും എൻ്റെ മണ്ടത്തരമാണ്. എന്താ പറയുക, പായസം ഇവിടെ പീസായി. അയ്യോ, എൻ്റെ പായസം പോയേ. അത്രയും ആഗ്രഹിച്ച് കൊതി മൂത്തുണ്ടാക്കിയതാ. ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ എന്തോ ഒരു സങ്കടം ഉണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പായസം ഉണ്ടാക്കാനായിട്ടെന്ന്. അപ്പോൾ എനിക്കെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിളക്കുന്ന പാലിലേക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തൈരാവുന്ന ആ പാക്കറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് വയ്ക്കാണ്ടാണ്, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ച് നോക്കിയില്ല. വായിച്ച് നോക്കാണ്ട് ഞാൻ സാധാരണ ഉണ്ടാക്കണ പോലെ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇവിടെ കാണുന്നവരുണ്ട്, അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തിളച്ച പാലിലേക്കോ ചൂടുള്ള പാലിലേക്ക് നമ്മളിത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ഈ ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ സംഭവം ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടിയ പോലെ കിട്ടും. അപ്പോൾ ഇസാക്കൊക്കെ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്ന് വെച്ച് നോക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, രണ്ടാമത് വീണ്ടും വെക്കേണ്ടി വന്നു. പിന്നെ അർഷാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിലൂടെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണേ. അപ്പോൾ അർഷാൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ എനിക്ക് നല്ല ചീത്തട്ടേനും. അർഷ പിന്നെ ചീത്തൊന്നും പറഞ്ഞില്ല കേട്ടോ, പോട്ടെ ഇനി അതെന്തായാലും കഴിക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രണ്ടാമത് വെച്ച പായസത്തിൽ ഞാൻ സേമിയ ഇട്ട്, പാല് തിളച്ച് വന്നപ്പോൾ സേമിയ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. സേമിയ ഇട്ട് കൊടുത്ത് അതൊന്ന് വേവണ വരെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അടുക്കി പിടിക്കാത്ത വിധം. അപ്പോൾ നെയ്യിൽ വറുത്ത് വെച്ച മുന്തിരിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കശുവണ്ടി നമ്മുടെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. ഉള്ളവർക്ക് അത് ഇടാം കേട്ടോ. പിന്നെ സെർവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം പൊടിച്ചതാണ്, പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഇടാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം വയ്ക്കുന്നതാണ്. പിന്നെ ഇസയും കുറച്ച് നാളായി പറയുന്നു, അവൾ ഐസ്ക്രീം, പായസം, പിന്നെന്താ കേക്ക്, ഇതൊക്കെയാണ് പറയണത്.
അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പായസം കുടിക്കണമെന്ന്, ഒരുപാട് നാളായി കഴിച്ചിട്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പഞ്ചസാര ഇടാത്ത പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏലക്കയും എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പായസത്തിൻ്റെ എല്ലാ എന്താ പറയുക, പായസം ഉണ്ടാക്കണ ഷുഗർ ഇടണത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് തീ ഓഫാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതും കുറച്ച് എന്താ പറയുക, കുറച്ച് തണുത്തതിന് ശേഷം മാത്രം ഇട്ടാൽ മതി എന്നാണ്. ഇട്ടാൽ മതി എന്ന് എനിക്കറിയില്ല അങ്ങനെ. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചൂടാറിയുന്ന അതേ ചൂട് തീ ഓഫ് ചെയ്ത് അപ്പം തന്നെ ഇടണില്ല, കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞത് എന്താ പറയുക, നമുക്ക് സെർവിങ് ചെയ്യേണ്ട പാത്രത്തിലേക്കാണെങ്കിലും നമ്മൾ സെർവ് ചെയ്യണ ടൈമിൽ നമ്മൾ ആ ഷുഗർ എത്ര ആവശ്യമുണ്ടോ അത്രയും ആഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വീണ്ടും കൊളായി കഴിഞ്ഞാലോ നഷ്ടപ്പെടാൻ വയ്യ എനിക്ക് ചീത്തേക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കൊന്നും പറ്റരുത്. പിന്നെ കട്ടി വേണ്ടവർക്കും കട്ടി എന്താ പറയുക ലൂസ് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണം എന്നുള്ളവർക്കൊക്കെ അതൊക്കെ അവനവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സ്റ്റൈലാണ് കേട്ടോ. ഇതിലെന്തൊക്കെ പറയാൻ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ സ്റ്റൈലാണ്. പിന്നെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ടായില്ല എനിക്ക് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇതാ ഞാൻ ഇസാക്ക് സെർവ് ചെയ്യണം പാത്രത്തിലേക്ക് കുറച്ച് പായസം എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൂടോടെ ചെയ്യണോണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ, അത് തീ ഓഫ് ചെയ്തിട്ട് ചെയ്യണോണ്ട് അപ്പോൾ തന്നെ ചെയ്യണോണ്ട് കുഴപ്പമുണ്ടോ, ഇല്ലെങ്കിൽ ഏറ്റവും തണുത്തിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കാണ്. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസാക്കൊക്കെ തണുക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ അവൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇടണോണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്താ പറയുക, ചെറിയൊരു ചൂടിൽ ഇടണോണ്ട് കുഴപ്പമില്ല, കാരണം എല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ.